ഇതിൻ്റെ അകത്ത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. ക്ഷേത്ര ഭരണാധികാരിയുടെ കാഴ്ചപ്പാട് എന്താണ്? അവർ ക്ഷേത്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ ക്ഷേത്രത്തെ നോക്കിക്കാണുന്നത് അവിടെ എത്ര കിലോ സ്വർണ്ണമുണ്ട്, എത്ര വെള്ളിയുണ്ട്, പിച്ചളയുണ്ട്, ബ്രാസുണ്ട്, ഇങ്ങനെ ഓരോ ലോഹവസ്തുക്കൾ, വിലപിടിപ്പുള്ള സ്വത്തുക്കൾ എന്തൊക്കെയാണ്. വസ്തുക്കളും സ്വത്തുക്കളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നോട്ടം. ഭക്തജനങ്ങൾ നേരെ തിരിച്ചാണ്. അവർ ഈ വസ്തുക്കളിലെല്ലാം ഭഗവാനെയാണ് കാണുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും മന്ത്രിയും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഭരിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ എത്ര കിലോ സ്വർണം, അവർ അയ്യപ്പൻ്റെ വിഗ്രഹം എത്ര കിലോയുണ്ട്, അത് സ്വർണം കൊണ്ടാണോ, അത് ഇങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കി, ഇതൊക്കെയാണ് അവർക്കറിയേണ്ടത്. അപ്പോൾ അവർ ഭഗവാന് സ്വർണം കാണും, ഭക്തജനങ്ങൾ സ്വർണത്തിൽ ഭഗവാനെ കാണും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭരിക്കുന്നവർക്ക് സ്വത്തുക്കളെക്കുറിച്ചും അവിടുത്തെ തിരുവാഭരണത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചുമൊക്കെയാണ് ചിന്ത. അത് കാരണം അങ്ങനെ ഭൗതികമായ വസ്തുക്കളിൽ ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ, വിശ്വാസമില്ലാത്തവർ ഭരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയിരിക്കും കാണണം.